ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പൂച്ചകൾ ലോകത്തിലെ ഏറ്റവും ജനപ്രിയ വളർത്തുമൃഗങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇവയുടെ ചില ശീലങ്ങൾ കണ്ടാൽ നമുക്ക് ചിരിയും അത്ഭുതവും ഒരുമിച്ച് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പൂച്ചകൾ പെട്ടികളിൽ കയറുന്നത്? അറിയോ? എന്തിനാണ് രാത്രി മുഴുവൻ ഓടുന്നത്? ഇന്ന് പൂച്ചകൾ ചെയ്യുന്ന 10 വിചിത്രമായ കാര്യങ്ങളും അതിൻ്റെ രസകരമായ കാരണങ്ങളും നോക്കാം. അതിലൊന്നാമത്തെ കാര്യമാണ് പെട്ടികളോട് അമിത പ്രണയം. ഒരു വലിയ കിടക്ക കണ്ടാലും അല്ലെങ്കിൽ വലിയൊരു കിടക്ക ഉണ്ടായാലും പൂച്ചകൾ ഒരു ചെറിയ പെട്ടി കണ്ടാൽ അതിനുള്ളിൽ കയറും. ഇത് സുരക്ഷിതമായ ഒരു ഒളിത്താവളം പോലെയാണ് അവർക്ക് തോന്നുന്നത്. കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്തെ സ്വഭാവത്തിൻ്റെ ഭാഗമാണിത്. രണ്ടാമത്തെ കാര്യമാണ് രാത്രി പെട്ടെന്നൊരു ഓടലുണ്ടാവും. അത് നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. വീടിൻ്റെ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് മിന്നൽ വേഗത്തിൽ ഓടുന്ന ഒരു പൂച്ചയെ കണ്ടിട്ടുണ്ടാവും. ഇതിനെ സൂമീസ് എന്നാണ് പറയുന്നത്. അധിക ഊർജ്ജം കളയുന്നതിനാണത്രേ ഇതിങ്ങനെ ഓടുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ശൂന്യമായ മതിലിലേക്ക് നോക്കൽ. ചിലപ്പോഴൊക്കെ ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് പൂച്ചകൾ മണിക്കൂറുകളോളം നോക്കിയിരിക്കുന്നത് കാണാം. കണ്ടിട്ടുണ്ടോ? ചിലർ ഇത് ഭൂതകാലം കാണുന്നതാണെന്ന് തമാശ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത ചെറിയ ശബ്ദങ്ങളോ അല്ലെങ്കിൽ ചലനങ്ങളോ അവ തിരിച്ചറിയുന്നതാണ് അതിൻ്റെ കാരണം. നാലാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത്, അതായത് സാധനങ്ങളൊക്കെ താഴെ ഇടൽ. ഇതിവരെ സ്ഥിരം പരിപാടിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പൂച്ചകൾ മേശപ്പുറത്തുള്ള സാധനങ്ങളൊക്കെ തള്ളി താഴെ ഇടുന്നത്. ഗ്ലാസ്, പെന്ന്, റിമോട്ട് എന്തും ഇവിടെ ലക്ഷ്യമാകാം. കൗതുകം കൊണ്ടും ശ്രദ്ധ നേടാനുമാണ് പലപ്പോഴും ഇത് ചെയ്യുന്നത്. അഞ്ചാമത്തെ കാര്യം എന്താ നോക്കാം. അതായത് നമ്മൾ ഉടമയെ പിന്തുടരും. കൂടുതലും ഡോഗ്സ് ആയിരിക്കും ഈ കാര്യം ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ പൂച്ചകളും ഈ ഉടമയെ പിന്തുടരാറുണ്ട്. ഒരു ഡിറ്റക്റ്റീവിനെ പോലെ അതിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. വീട്ടിലെവിടെ പോയാലും ചില പൂച്ചകൾ പിന്നാലെ വരും. ഇത് അവയുടെ സ്നേഹവും വിശ്വാസവും കാണിക്കുന്ന ഒരു രീതിയാണ്. ചിലപ്പോൾ ഭക്ഷണം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ഉണ്ടാവും കേട്ടോ ഇതിൽ. നിങ്ങൾ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ പൂച്ച നേരെ വന്ന് ലാപ്ടോപ്പിൻ്റെ മുകളിൽ കിടക്കും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, ലാപ്ടോപ്പ് നല്ല ചൂടുണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മുഴുവൻ ശ്രദ്ധയും തങ്ങൾക്ക് വേണമെന്ന് പൂച്ചേൻ്റെ ഉള്ളിലൊരാഗ്രഹം ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, എന്നെ മാത്രം കോൺസെൻട്രേറ്റ്. ഏഴാമത്താണ് അടുത്ത് പറയാൻ പോകുന്നത്. അതായത് അത് കുറച്ച് രസമുള്ള കാര്യമാണ്. ചെറിയ ഇടങ്ങളിൽ ഒളിക്കൽ. അത് പൂച്ചേൻ്റെ സ്ഥിരം പരിപാടിയായിരിക്കും അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഈ സാധനങ്ങൾ തള്ളിയിടലും ഒപ്പം പിന്തുടരുന്നതും അതേപോലെ തന്നെ ഇതേപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോയിട്ട് ഒളിക്കും. നമ്മൾ വിളിക്കുമ്പോൾ ഒന്നും കാണാത്ത പോലെ ഞാനൊന്നും അറിയില്ലേ എന്നുള്ള ഭാവത്തിൽ എവിടെയെങ്കിലും പോയി ഒളിക്കുന്നത്. അതെന്തിനാണെന്നറിയോ? അതായത് ഒരു ചെറിയ ബാഗിലോ അല്ലെങ്കിൽ അലമാരയിലോ പൂച്ച ഒളിച്ചിരിക്കുന്നതായിട്ട് കണ്ടാൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ ഇടങ്ങളിൽ അവയ്ക്ക് ഭയങ്കര സുരക്ഷിതത്വം തോന്നും. അതുപോലെ തന്നെ സമാധാനം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ അത് പോയിട്ട് ഒളിക്കുന്നത്. എട്ടാമത്തെ കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതായത് പെട്ടെന്ന് പേടിച്ചിട്ടൊരു ചാടലുണ്ടാവും ചില പൂച്ചകൾ. അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുതിച്ച് ചാട്ടം ഉണ്ടാവും. അതെന്തിനാണെന്നറിയോ? പിന്നിൽ ചിലപ്പോൾ ഒരു വസ്തു കണ്ടാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നമ്മൾ നിഴൽ കണ്ടാലോ ഒക്കെ ചില പൂച്ചകൾ ഭയന്ന് മുകളിലോട്ട് ചാടും. അത് സ്വാഭാവികമായിട്ടൊരു പ്രതിരോധ പ്രതികരണം പോലെയാണ് കേട്ടോ. അപകടം ഉണ്ടെന്ന് കരുതുമ്പോൾ ശരീരം ഉടനെ പ്രതികരിക്കുന്ന ഒരു രീതി. അത് അത്രയേ ഉള്ളൂ. ഒമ്പതാമത്തെ കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്. മനുഷ്യരെ ഒരു നക്കലുണ്ടാവും പൂച്ചക്ക്. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? നമ്മളിങ്ങനെ ചുമ്മാ കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും നമ്മളെ കാലിൻ്റെ ഇടയിലും അങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ വന്നിട്ടൊരു നക്കൽ. അത് എല്ലാ പൂച്ചക്കും സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ നിങ്ങളെ പൂച്ച നക്കുകയാണെങ്കിൽ അത് നല്ലൊരു ലക്ഷണം കേട്ടോ. അതായത് പൂച്ചകൾക്ക് നമ്മളോടുള്ളൊരു സ്നേഹം പ്രകടിപ്പിക്കുന്ന കേട്ടോ അത്. അതായത് നിങ്ങളെൻ്റെ ഏറ്റവും നല്ല യജമാനാണ്, അല്ലെങ്കിൽ നിങ്ങളെൻ്റെ ഏറ്റവും നല്ല സ്നേഹിതനാണ്, നിങ്ങളെന്നെ നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട് എന്നുള്ളൊരു സ്നേഹ പ്രകടനം കേട്ടോ. ആ ഒരു നക്കൽ ഇത്ര പേർക്ക് ആ ഒരു സ്നേഹം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വെറുതെ അറിയാൻ. എൻ്റെ വീട്ടിലുണ്ട് ഒരാൾ. ആ ആളിൻ്റെ സ്നേഹം ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. കാരണം 2 തവണ ഇവൻ എന്നെ മാന്തി കളഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വന്നിട്ടുണ്ട്. സോ ഞാൻ അവൻ്റെ ആ സ്നേഹം വേണ്ടാന്ന് വെച്ചതാണ്. അതുകൊണ്ട് ആ പരിപാടി എൻ്റെ അടുത്ത് ഇതുവരെ കാണിച്ചിട്ടില്ല. അവൻ ഇടയ്ക്ക് ചിലപ്പോൾ കടിക്കാനൊക്കെ നോക്കാറുണ്ട്. ഞാനപ്പോൾ കൈ വലിക്കാറാണ് പതിവ്. കാരണം വീണ്ടും പോയി കൈ വെച്ച് കൊടുത്തിട്ട് ഇനിയും പോയി ഇഞ്ചക്ഷൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കെയർഫുൾ ആയിട്ടുള്ളൊരു കാര്യം കൂടി പറയാം കേട്ടോ. അതായത് പൂച്ച നമ്മളെ നക്കിയാൽ പ്രശ്നമില്ല. അതായത് മാന്തിയാലും നമ്മളെ കടിച്ചാലൊക്കെ ആ മാന്തിയാൽ നമ്മൾ നോർമൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ കയ്യിൽ 2 കയ്യിൽ അങ്ങനെയല്ലായിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. മറിച്ച് നമ്മളെ പൂച്ച കടിക്കുവാണെങ്കിൽ ആ കടിച്ച മുറിവില്ലേ, അതിൻ്റെ പല്ല് തട്ടിയ ആ മുറിവിൽ തന്നെയാണ് കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ വെക്കേണ്ടത്. അത് നല്ല പെയിൻഫുൾ ആയിരിക്കും. അതുകൊണ്ട് പൂച്ച കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അത് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഡിസ്ക്ലെയിമർ പോലെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ആക്ച്വലി പൂച്ച കടിച്ചു കഴിഞ്ഞാൽ ആ മുറിവ് തന്നെയാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഈ അടുത്തായിട്ട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയാണ്. ഇതറിയാത്ത ആൾക്കാരെങ്കിലും ചിലപ്പം വീഡിയോ കാണുന്നുണ്ടാവും. അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്തത് 10ാമത്തെ കാര്യമാണ് പറയുന്നത്. അതായത് ചില പൂച്ചകൾ ചില സമയത്ത് പ്ർ എന്നുള്ളൊരു സൗണ്ട് ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കിയ സൗണ്ട് നിങ്ങൾ വേറെ രീതിയിൽ എടുക്കേണ്ട. അതുവേ ഇതറേ അപ്പോൾ പൂച്ച ഉണ്ടാക്കും ഈ ഒരു രീതിയിലുള്ള സൗണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചകളുടെ ഏറ്റവും രസകരമായ ശീലങ്ങളിൽ ഒന്നാണ് കേട്ടോ അത്. ഓർത്ത് വെച്ചോ. സന്തോഷം തോന്നുമ്പോഴും ചിലപ്പോൾ ചില ആശ്വാസം തോന്നുമ്പോഴും പൂച്ചകൾ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ നിങ്ങളുടെ പൂച്ച ചെയ്യുന്ന ഏറ്റവും വിചിത്രമായ കാര്യം ഏതാണെന്നും കൂടി കമൻറ്റിൽ എഴുതൂ കേട്ടോ. ഇതുപോലുള്ള രസകരമായ വീഡിയോക്കും പൂച്ച വിശേഷങ്ങൾക്കുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടി ഒരു ലൈക്കും കൊടുത്തേക്കണേ.